യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ് നിർണായകമായത്. ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരും. അതേസമയം ദിയാധനം സ്വീകരിക്കാൻ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം തയ്യാറായെന്ന് കേന്ദ്ര വൃത്തങ്ങൾ അറിയിച്ചു. അനൽക സേതുണ്ട് വിവരങ്ങളുമായി. അനൽക, വധശിക്ഷയിലേക്ക് പോകുന്നു എന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് കാന്തപുരത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. അത് ഏറ്റവും നിർണായകവുമായിരുന്നു. ഇപ്പോഴത്തെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അല്ല, നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ റദ്ദാക്കിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും അങ്ങനെ ഒരു വാർത്ത ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് അത്തരത്തിലൊരു വാർത്ത വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വധശിക്ഷ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഈ കൊല്ലപ്പെട്ട തലാലിന് കുടുംബവുമായി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് യമനിലെ സൂഫി പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ വഴിയാണ് അത്തരത്തിൽ ചർച്ചകൾ പുരോഗമിച്ചിരുന്നത്. ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധികൾ തലാലിന്റെ കുടുംബവുമായും അതോടൊപ്പം തന്നെ യമനിലെ ഭരണാധികാരികളുമായും ഗോത്ര തലവന്മാരുമായൊക്കെ തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു. വധശിക്ഷ നീട്ടിവെച്ചതിനു ശേഷം ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ വധശിക്ഷ റദ്ദാക്കിയതായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഈ ചർച്ച കടക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ തലാലിന്റെ നീതിക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയും അതോടൊപ്പം തന്നെ യമൻ ആക്ടിവിസ്റ്റുമായിട്ടുള്ള സർഹാൻ ഷംസാൻ അൽ വിസ്വാബി ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെ ഔദ്യോഗിക പോസ്റ്റും ഇടുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് ചാണ്ടിയുമ്മൻ MLA ആണ്, പുതുപ്പള്ളി MLA ആയിട്ടുള്ള ചാണ്ടിയുമ്മൻ MLA ആണ് ഇത്തരത്തിലൊരു ഇടപെടൽ അദ്ദേഹം കാന്തപുരത്തെ സമീപിക്കുന്നത്. അതിനുശേഷം കാന്തപുരമാണ് യമനിലെ സൂഫി പണ്ഡിതനും അതോടൊപ്പം തന്നെ യമനിലെ മുസ്ലിം വിശ്വാസികളുടെ ഏറ്റവും ജനസ്വാധീനമുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ വഴി അത്തരത്തിലൊരു ഇടപെടൽ നടത്തുന്നത്. അതോടൊപ്പം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വധശിക്ഷ റദ്ദാക്കിയെങ്കിലും പിന്നെ മോചനം ഉടൻ ഉണ്ടാവില്ല എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ പിന്നെ അതോടൊപ്പം തന്നെ ഈ ദിയാധനം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ പിന്നെ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ദിയാധനം സ്വീകരിക്കുന്ന കാര്യത്തിൽ തന്നെ തലാലിന്റെ കുടുംബത്തിനിടയിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ രൂപപ്പെടുകയും ചെയ്തിരുന്നു. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ അത്തരത്തിൽ ഈ ദിയാധനം സ്വീകരിച്ചുകൊണ്ട് വധശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ ഒഴിവാക്കണമെന്നൊരു അഭിപ്രായം കുടുംബത്തിനിടയിൽ തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ ബന്ധപ്പെട്ട് കേരളത്തിലടക്കം അല്ലെങ്കിൽ ഈ നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ അത് യമനിലെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രചാരണം നടത്തിക്കൊണ്ട് ഈ ചർച്ചകളെ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലേക്ക് മാറ്റുന്ന രീതിയിൽ ഇടപെടൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ അത്തരം ശ്രമങ്ങളെയൊക്കെ അതുമായി ബന്ധപ്പെട്ട അത്തരം ആശങ്കകളൊക്കെ തന്നെ പിന്നെ ഈ പ്രതിനിധി സംഘം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ് നമുക്ക് ഈ നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് ഏറെ പ്രതീക്ഷയ്ക്കുന്ന വാർത്ത ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്വാഭാവികമായിട്ടും വധശിക്ഷ റദ്ദാക്കുന്നതിലൂടെ സ്വാഭാവികം നമുക്കറിയാം ഈ ജീവപര്യന്തം ചിലപ്പോൾ ജീവപര്യന്ത തടവ് അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എങ്ങനെയാണ് വധശിക്ഷ റദ്ദാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യമനിലെ നിയമ നടപടിക്രമങ്ങൾ സ്വാഭാവികമായി ജീവപര്യന്ത തടവായിരിക്കുമ്പോൾ അത് എത്ര വർഷമാണ് അങ്ങനെ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം അത് വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും സർക്കാർ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ കേരള സർക്കാരൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നെങ്കിലും തലാലിന്റെ കുടുംബമായി ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കുള്ള ശ്രമഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല. ഈ ചാണ്ടിയുമ്മൻ MLA കാന്തപുരത്തെ സമീപിക്കും. അതിനുശേഷം ഈ ഷെയ്ഖ് ഹബീബ് ഉമർ വഴിയുള്ള ഇടപെടലാണ് ഈ തലാലിന്റെ കുടുംബവുമായുള്ള ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് സാധ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആ ഒരു കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണ സംവിധാനം നിലനിൽക്കാത്ത യമൻ പോലുള്ള രാജ്യത്തിനകത്ത് ഇത്തരത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ ഏറെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, യമൻ പോലുള്ള രാജ്യത്ത് ദക്ഷിണ യമനിലും നോർത്ത് യമനിലും രണ്ട് രാഷ്ട്രീയ സംവിധാനങ്ങളാണ് നിലനിൽക്കുന്നത്. ഹൂതികൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ യമനിലുണ്ട്. ആ ഒരു സ്ഥലത്ത് ആ ഒരു ഘട്ടത്തിലാണ് നയതന്ത്ര ചർച്ചകൾക്കൊക്കെ തന്നെ പരിമിതിയുള്ള അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അത്തരത്തിലൊരു ഇടപെടൽ നടത്തുന്നതെന്നാണ് ഏറെ ശ്രദ്ധേയം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. തലാലിന്റെ കുടുംബവുമായും അതോടൊപ്പം തന്നെ അവിടെയുള്ള ഗോത്ര തലവന്മാരുമായും പിന്നെ അവിടെയുള്ള ഭരണാധികാരികളുമായൊക്കെ തന്നെ അത്തരം ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്.
പുരോഗമിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജീവപര്യന്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അവിടെ നിന്ന് വരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ വരും മണിക്കൂറുകൾക്കുള്ളിൽ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഖില, അനിൽക്ക, ഈ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് കാന്തപുരം സമീപിച്ചിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിനെ. അത്തരത്തിൽ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഇത് കൂട്ടായ ഒരു ഇടപെടലിന്റെ ഭാഗമായി ഉണ്ടായ ഒരു വിധിയാണോ? അങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും അഖില, അതായത് ഈ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് ഇടപെടാൻ പരിമിതിയുള്ള ഒരു രാജ്യമായിരുന്നു യമൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണ സംവിധാനം നിലനിൽക്കാത്ത യമൻ പോലുള്ള രാജ്യത്തിനകത്ത് കേന്ദ്ര സർക്കാർ ഇടപെടൽ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി അതിന് അക്ഷീണം പ്രയത്നിച്ച ഒരാളായിരുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ കേരള സർക്കാരൊക്കെ തന്നെ ഈ വിഷയത്തിനകത്ത് ഒരു ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇതിലേറ്റവും വെല്ലുവിളിയായിട്ട് നിന്നിരുന്നത് ഈ തലാലിലെ കുടുംബവുമായി അത്തരത്തിലുള്ള ചർച്ച സാധ്യമാകാത്തത്. ഈ ചർച്ചകൾക്ക് ഒരു ആശങ്കയുണ്ടായിരുന്നു. അതിനുശേഷമാണ് കാന്തപുരത്തിന്റെ ഇടപെടലിലൂടെ ഇത്തരത്തിൽ യമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂഫി പണ്ഡിതനും അതോടൊപ്പം ലോകത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ ഹാഫിദും ഒക്കെ അത്തരത്തിലുള്ള ഇടപെടൽ അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പ്രതിനിധികളാണ്, ഈ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധികളാണ് അത്തരത്തിലൊരു ചർച്ച അല്ലെങ്കിൽ ഈ കുടുംബവുമായും അതോടൊപ്പം തന്നെ അവിടെയുള്ള കോടതി ഉദ്യോഗസ്ഥരുമായും അതോടൊപ്പം തന്നെ അവിടെയുള്ള ഈ മറ്റ് ഭരണാധികാരികളുമൊക്കെ തന്നെ ചർച്ചകൾ നടത്തിയിരുന്നത്. ആ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ തന്നെ പിന്നെ ഒരു പ്രതീക്ഷിക്കുന്ന വിവരം ആ ഘട്ടത്തിൽ തന്നെ കാന്തപുരത്തെ ഈ പ്രതിനിധികൾ അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ വധശിക്ഷ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മളാണ് ആ വാർത്ത ആദ്യം നൽകിയത്. അതിന് ശേഷം തന്നെ ആ വിവരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സ്ഥിരീകരിക്കും. പിന്നീട് അതിനുശേഷം കേന്ദ്ര സർക്കാർ അത് സ്ഥിരീകരിക്കും ചെയ്യുന്ന ഒരു കാര്യങ്ങളിലേക്ക് എത്തുകയായിരുന്നു ചെയ്തത്. ആ വധശിക്ഷ നീട്ടിവെച്ച ഘട്ടത്തിൽ തന്നെ ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഈ വിഷയത്തിനകത്ത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആ വിഷയത്തിനകത്ത് നേരിട്ട് കേന്ദ്ര സർക്കാരിന് ഉൾപ്പെടെ കത്തയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റ് ചില വ്യവസായികളും ഉൾപ്പെടെ ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ മറ്റ് മോചനശ്രമങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പല ഭാഗങ്ങളിലുള്ള ഇടപെടൽ ഈ വ്യവസായികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന ഒരു കാര്യം കൂടി പങ്കുവെക്കുന്നുണ്ട്. അതായത് ഒരുപാട് ആൾക്കാരുടെ ഇടപെടൽ ഈ നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങളുമായിട്ടുണ്ടായിട്ടുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഏറെ പ്രതീക്ഷയേകുന്ന ഒരു വാർത്ത ആണ് ഇന്നലെ യമനിൽ നിന്നും വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വധശിക്ഷ നീട്ടിവെച്ചത് കഴിഞ്ഞതിന് ശേഷം ചില പ്രചാരണങ്ങൾ ഈ യമനിലുള്ള ചർച്ചകൾക്ക് അത്തരത്തിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു. അത്തരം ആശങ്ക ഈ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ അത് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതായത് ഇവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ തന്നെ അത് മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ യമനിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെയുള്ള ആ സമൂഹത്തിനിടയിൽ അത്തരത്തിലുള്ള പ്രചാരണം നടത്താൻ ഈ കേരളത്തിൽ നിന്നുള്ള ചില ആൾക്കാർ അത്തരത്തിലുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. ആ വാർത്തയെ നമ്മൾ നൽകുകയും ചെയ്തിരുന്നു. അതായത് ചില വ്യാജ അക്കൗണ്ടുകളിലൂടെ ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന് താഴെ പോയിട്ട് അത്തരത്തിലുള്ള പ്രചാരങ്ങൾ അത്തരത്തിലുള്ള കമന്റുകൾ ഇട്ടിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ചർച്ചകളൊക്കെ തന്നെ വഴിമുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ അതിനേക്ക് അതിജീവിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതീക്ഷയ്ക്കുന്ന വാർത്ത സ്വാഭാവികമായും ഉണ്ടായത്. നമുക്കറിയാം, ഇസ്ലാമിക നിയമപ്രകാരം തന്നെ ഈ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ വ്യക്തിയുടെ കുടുംബം രക്തബന്ധത്തിലുള്ള ഒരാൾ അത്തരത്തിൽ മാപ്പ് നൽകി കഴിഞ്ഞാൽ, ദിയാദാനം നൽകിക്കഴിഞ്ഞ് മാപ്പ് നൽകി കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ ശിക്ഷ ഇളവ് ലഭിക്കും എന്ന കാര്യം പലരും ആ ഘട്ടത്തിലാണ് അറിയുന്നത്. നമുക്കറിയാം, ഈ അബ്ദുറഹീമിന്റെ കേസൊക്കെ നമുക്കറിയാം, സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ കേസ് തന്നെ ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത്തരത്തിൽ ദിയാദാനം സ്വീകരിച്ചുകൊണ്ടാണ് ആ സൗദിയിലെ ആ കുടുംബം അബ്ദുറഹീമിനെ മാപ്പ് നൽകുന്ന കാര്യങ്ങളിലേക്ക് ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പം അത്തരമൊരു ഇടപെടൽ, അത്തരമൊരു തീരുമാനം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബത്തിനിടയിൽ അത്തരത്തിലൊരു ഭിന്നാഭിപ്രായം എന്നല്ല, രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ദിയാദാനം സ്വീകരിച്ചുകൊണ്ട് ഈ വധശിക്ഷ റദ്ദാക്കണം, അതോടൊപ്പം തന്നെ മറ്റൊരു കുടുംബത്തിൽ തലാലിന്റെ കുടുംബത്തിലെ ഏറ്റവും അല്ലെങ്കിൽ യുവാക്കളുടെ ആവശ്യം ഈ ശിക്ഷ നടപ്പാക്കണം എന്ന രീതിയിലുള്ള ഒരു കാര്യവും അങ്ങനെ ഒരു അഭിപ്രായം കുടുംബത്തിനിടയിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അവിടെ ചർച്ചയ്ക്ക് മുൻകൈ എടുത്ത ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി സംഘം ഒരു ഏകാഭിപ്രായം കുടുംബത്തിനിടയിൽ ഉപയോഗിക്കുന്ന ശ്രമങ്ങൾ വിജയിച്ചു എന്ന് വേണം ഈ നിമിഷത്തിൽ കരുതാൻ. അഖില.
വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. പക്ഷേ ഉടൻ മോചിതയാകില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ നടക്കുകയാണ്. ദിയാദാനം സ്വീകരിക്കാൻ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം തയ്യാറായെന്നാണ് കേന്ദ്ര വൃത്തങ്ങൾ അറിയിക്കുന്നത്. അനൽ കസീദാണ് വിവരങ്ങൾ നൽകിയത്.